നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ ഫൈനലിൽ സ്പെയിനിനോട് തോറ്റ അർജന്റീനയുടെ താരങ്ങൾ അക്രമം കാണിച്ചു. സ്പാനിഷ് താരം ഗവിയെ പരേഡസ്, അർജന്റീനയുടെ പരേഡസ് നിലത്തിട്ടടിച്ചു. ചോദിക്കാൻ ചെന്ന മറ്റ് താരങ്ങളോട് കയർത്തു. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. ആ തോൽവിയുടെ നിരാശയിൽ നിന്ന് അതിക്രമങ്ങളാണ് അർജന്റീന താരങ്ങൾ കാട്ടിക്കൂട്ടിയത്. എറിക് ഗാർഷ്യ, സ്പാനിഷ് താരങ്ങൾ ആഘോഷം നടത്തുകയായിരുന്നു. അതിനിടയിൽ സ്പെയിനിൻ്റെ താരമായ എറിക് ഗാർഷ്യയുടെ കഴുത്തിന് പിടിച്ച പരേഡസ് ഈ തൊട്ടടുത്ത് നിന്ന ഗവി ഇത് ചോദിച്ചു. ഗവിയെ പിടിച്ച് നിലത്തിട്ട് അടിച്ചു. അങ്ങനെ പരേഡസ് അതിഭയാനകമായ രീതിയിലാണ്, അതിഭീകരമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. പരേഡസിൻ്റെ കാര്യം റഫറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരേഡസിന് അത് റെഡ് കാർഡായിട്ടാണ്, കളിക്ക് ശേഷമുള്ള റെഡ് കാർഡായിട്ടാണ് അതിനെ കാണുക. എന്തായാലും കളിക്ക് ശേഷമുള്ള റെഡ് കാർഡ് എന്ന നിലയിൽ തന്നെ പരേഡസിന് അത് കിട്ടിയിട്ടുണ്ട്. വല്ലാത്തൊരു കാട്ടിക്കൂട്ടലുകളാണ് അർജന്റീന താരങ്ങൾ തോൽവിക്ക് ശേഷം കാണിച്ചത്. നിക്കോളസ് ഓട്ടമൻഡിയെ റോഡ്രി ഗ്രീറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ, കൈപിടിച്ച് കുലുക്കാൻ ചെന്നപ്പോൾ ഓട്ടമൻഡി റോഡ്രിയോട് തട്ടിക്കയറുന്ന ഒരു ദൃശ്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം റോഡ്രിയോട് വല്ലാത്തൊരു ഭാഷയിലാണ് സംസാരിച്ചത്. റോഡ്രി കളിക്ക് മുമ്പ് അർജന്റീനയ്ക്ക് വേണ്ടി റഫറിമാർ പണിയെടുക്കുന്നു എന്ന നിലയിലുള്ള ചില സംഭാഷണങ്ങൾ റോഡ്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത് മാധ്യമങ്ങളിലാകെ ചർച്ചയുമായിരുന്നു. ഇതിനെ ചൊല്ലിയാണ് ഓട്ടമൻഡി റോഡ്രിയോട് തട്ടിക്കയറിയത്. അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല എന്നെല്ലാം പറഞ്ഞു എന്നാണ് അറിയുന്നത്. അതേസമയം റോഡ്രി പറഞ്ഞു, റെസ്പെക്റ്റ് ചെയ്യണം, നിങ്ങൾ റെസ്പെക്റ്റ് ആണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞപ്പോൾ റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി എന്നൊക്കെ ഓട്ടമൻഡി പറഞ്ഞു. എന്തായാലും പരേഡസും ഓട്ടമൻഡിയും ഒക്കെ വല്ലാത്ത തോൽവിയുടെ നിരാശ അവർ പ്രകടിപ്പിച്ചത് മറ്റൊരു അക്രമങ്ങളിലൂടെയാണ്. പരേഡസിന് എതിരെ എന്തായാലും റെഡ് കാർഡ് വന്നു കഴിഞ്ഞു. അർജന്റീനയ്ക്ക്, നിലവിലെ ലോക ചാമ്പ്യന്മാരായിരുന്ന അർജന്റീന ഇപ്പോൾ സ്പെയിനായി, കഴിഞ്ഞ മണിക്കൂറിൽ സ്പെയിനായി. അപ്പോൾ അങ്ങനെ ആ ചാമ്പ്യൻ പട്ടം ഒരിക്കൽ നേടിയ, കഴിഞ്ഞ ലോകകപ്പ് നേടിയ അർജന്റീനയ്ക്ക് ശോഭ നൽകുന്ന പ്രവർത്തനങ്ങളല്ല അർജന്റീനൻ താരങ്ങൾ ചെയ്തത്. എന്തായാലും അത്തരം അക്രമങ്ങൾ വല്ലാതെ മോശം പേരാണ് അർജന്റീനയ്ക്ക് നൽകുന്നത്. അതേസമയം ലയണൽ മെസ്സി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് കരയുകയായിരുന്നു മൈതാനത്ത്. മെസ്സി ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മെസ്സിയുടെക്കൊക്കെ വലിയ കളങ്കം ചാർത്തുന്ന രീതിയിലാണ് പരേഡസും ഓട്ടമൻഡിയും ഒക്കെ കാര്യങ്ങൾ ചെയ്തത്. കോച്ച് ലയണൽ സ്കലോണി അടക്കമുള്ളവർ ഓടി വന്ന് അതിലിടപെട്ട് അവരെ പരേഡസിനെ മാറ്റി നിർത്താനൊക്കെ ശ്രമിക്കുന്നൊക്കെയുണ്ട്. സ്കലോണി ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ എന്നാലും പരേഡസിനെ ഒക്കെ ഒതുക്കി നിർത്തുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അർജന്റീനയ്ക്ക് വലിയ നാണക്കേടാണ് ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്.